ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത്, ഒരു വണ്ടി റിവേഴ്സിൽ എടുക്കുന്ന സമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പതിയെ വണ്ടി റിവേഴ്സ് എടുക്കുക. ആ ഒരു ടൈമിലുള്ള ക്ലച്ചിൻ്റെ കൺട്രോളിങ്ങും സ്റ്റിയറിംഗ് ബാലൻസും പല ആൾക്കാർക്കും അറിയത്തില്ല. ഒരു വണ്ടി റിവേഴ്സിൽ പതുക്കെ ഓടിക്കാനായിട്ട് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് എത്ര പേർക്കറിയാം? റിവേഴ്സിൽ നമ്മൾ വണ്ടി പതിയെ ഓടിക്കേണ്ട സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും വണ്ടി ഓടിക്കുന്ന അവസരങ്ങളിൽ നമുക്കുണ്ടാകും. ചിലപ്പോൾ ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ വന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്ത് കുറച്ച് ബാക്ക് സൈഡിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്കൊരു വണ്ടിയെ എങ്ങനെ പതിയെ സ്ലോ ചെയ്ത് ഓടിക്കാം, അതിനുള്ള ഒരു ടെക്നിക്ക്, അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ക്ലച്ച് കൺട്രോളിംഗ് ആണ്. ഒപ്പം തന്നെ നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിൻ്റെ ബാലൻസ് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ പതിവ് പോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് വണ്ടി റിവേഴ്സിൽ എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ വണ്ടി റിവേഴ്സിൽ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് എപ്പോഴും ഇടത് ചേർന്ന് ബാക്ക് സൈഡിലേക്ക് നമുക്ക് പോകണം. കാരണം എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ വലത്തെ സൈഡിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഇടത് ചേർന്ന് പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ മിററാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മിററും റോഡിൻ്റെ എൻഡ് നിങ്ങൾ നോക്കുക. കുഴിയിലേക്കോ കാട്ടിലേക്കോ നമ്മുടെ വണ്ടി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ കുഴിയിലേക്കോ കാട്ടിലേക്കോ നമ്മുടെ വണ്ടി പോകുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിൽ നിന്നും വലത്തെ സൈഡിലേക്ക് മാറിക്കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നത് എന്തിനാണ്? പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്നുള്ള ഒരു ക്ലിയർ വ്യൂ, അല്ലെങ്കിൽ ആൾക്കാർ വരുന്നുണ്ടോ എന്ന് ഉള്ള ഒരു ക്ലിയർ വ്യൂവിനാണ് നമ്മൾ റൈറ്റ് സൈഡ് നോക്കുന്നത്. സെൻറ്റർ നോക്കുന്നത് എന്താണ്? അത് നമുക്ക് പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒരു നോട്ടം നമുക്ക് സെൻറ്റർ മിററിലും വരണം. കാരണം ചിലപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഏകദേശം നടുഭാഗത്തൂടെയാണ് ആൾക്കാർ വരുന്നതെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സെൻറ്റർ മിററും നോക്കേണ്ടത്. ഇനി ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. ഇനി വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അത്യാവശ്യം ചെറിയ സ്ട്രെയിറ്റ് റോഡിൽ ആണ്, അല്ലെങ്കിൽ ചെറിയ സ്ലോപ്പൊക്കെ ആണെങ്കിലും ജസ്റ്റ് നമ്മളത് റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് ബ്രേക്ക് പെഡലേന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലേ വെക്കുക. അതിനുശേഷം ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടിയെ പതിയെ ഒന്ന് മൂവ് ആക്കുക. ഇതേ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന പോലെ തന്നെ മെല്ലെ ക്ലച്ചിൽ നിന്ന് അയച്ചാൽ മതി. ടോർക്ക് കൂടിയ ഗിയർ ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ഗിയറിൽ ഇത് വണ്ടി മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇതേ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇത് ഏകദേശം ആ ഒരു കാടിനോട് ചേർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പതുക്കെ നമ്മുടെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് സ്റ്റിയറിംഗ്, അതായത് വണ്ടി നിങ്ങൾ ചവിട്ടി നിർത്തുക. അതിനുശേഷം സ്റ്റിയറിംഗ് കുറച്ച്, ഒരുപാട് ഒടിച്ചു കൊടുക്കരുത്. ലൈറ്റായിട്ട് ഇത്തരത്തിലൊന്ന് തിരിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആണ്, ഇവിടുന്ന് ഞാനിത് ലൈറ്റായിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുക. നോക്കുമ്പോൾ നമ്മുടെ റോഡിൻ്റെ എൻഡിലേക്ക് നമ്മുടെ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ പതിയെ തിരിച്ചിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ എൻഡ് എനിക്ക് ക്ലിയർ ആയിട്ട് അവിടെ കാണാം. അപ്പോൾ അവിടെ അത് ക്ലിയർ ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് നേരെയാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ആ തിരിച്ചു പിടിച്ച അളവനുസരിച്ച് ആ ഒരു സൈഡിലേക്ക് നമ്മുടെ വണ്ടി ചേരും. ഇതേ സ്റ്റിയറിംഗ് ഞാൻ ജസ്റ്റ് നേരെയാക്കി കൊടുക്കുന്നു. അതിനുശേഷം ഇതേ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കി എടുക്കുകയാണ്. ഇപ്പോൾ എനിക്കതേ റോഡിൻ്റെ എൻഡ് ക്ലിയർ ആയിട്ട് കാണാം, കണ്ടില്ലേ? അപ്പോൾ ഏകദേശം ഒരടിയെങ്കിലും നമുക്ക് റോഡിൻ്റെ എൻഡിൻ്റെ ഒരു സ്പേസ് കാണാവുന്ന രീതിയിൽ ഇത്തരത്തിൽ നമ്മൾ ബാക്ക് സൈഡിലേക്ക് എടുക്കുക. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലെ മിററും കൂടെ ജസ്റ്റ് നോക്കുക. ഇപ്പോൾ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ട് വണ്ടി അങ്ങോട്ട് പെട്ടെന്ന് തന്നെ നിർത്തുക. വീണ്ടും ജസ്റ്റ് എന്ത് ചെയ്യണം? ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. റൈറ്റ് സൈഡിലെ മിറർ ഞാൻ നോക്കുന്നു, പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കി ഇത് ക്ലച്ച് നിന്ന് അയച്ച് ഞാനിത് വണ്ടി ബാക്ക് സൈഡിലേക്ക് ഇത് ഇങ്ങനെ എടുത്തു വരികയാണ്. ഇങ്ങനെ എടുത്തു വരുന്ന സമയത്ത് നമുക്കിത് ആ ഒരു ഭാഗത്ത് റോഡിൻ്റെ എൻഡ് ക്ലിയർ അല്ല. കുറച്ചും കൂടെ നമ്മുടെ വണ്ടി വലത്തെ സൈഡിലേക്ക് പോകണം. കാരണം ഇങ്ങനെ ഒരു വളവാണ് ബാക്ക് സൈഡിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും വലത്തെ സൈഡിലേക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണ്. കണ്ടോ? ലെഫ്റ്റ് സൈഡാണ് നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്ത് ഞാനിത് വണ്ടി നേരെ ബാക്ക് സൈഡിലേക്കാണ് വരുന്നത്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? നേരെ ബാക്ക് സൈഡിലേക്ക് വരുന്നു. ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് ക്ലച്ച് റിലീസ് ചെയ്താണ് വരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ
മാത്രം ആക്സിലേഷൻ കൊടുക്കുക. ആക്സിലേഷൻ കൊടുക്കുന്നത് എപ്പോഴായിരിക്കണം? വണ്ടി ഒരു ചെറിയ സ്ലോപ്പിൽ ആകുന്ന സാഹചര്യങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, റോഡിൻ്റെ എൻഡിലേക്ക് നമ്മുടെ വണ്ടി വന്നു, മാക്സിമം എൻഡിലേക്ക്. അപ്പോൾ നമുക്ക് അത് വേണ്ട, അവിടെ ഒരു നിശ്ചിത സ്പേസ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും നമ്മുടെ വണ്ടി വലത്തെ സൈഡിലേക്ക് ഇതേ ഇത്തരത്തിൽ ഒടിച്ചു കൊടുക്കണം. ഇതേ വലത്തെ സൈഡിലേക്ക് ഞാൻ ചെറുതായിട്ട് ഒടിച്ചു കൊടുത്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ഇങ്ങനെ എടുക്കുന്നു. അതിനുശേഷം വീണ്ടും വണ്ടി ചവിട്ടി നിർത്തുകയാണ്, ലെഫ്റ്റ് സൈഡ് നോക്കുന്നു, വീണ്ടും ഞാൻ ജസ്റ്റ് ഇതേ നേരെയാക്കി കൊടുക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് നോക്കി നമുക്ക് വണ്ടി ഇതേ വളരെ സിമ്പിളായിട്ട് എടുക്കാം. ക്ലച്ച് കൺട്രോൾ ചെയ്ത് തന്നെ നമുക്ക് ഈസി ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയും. ഇനി ഞാനിതേ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിക്കൊണ്ട് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇതേ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡ് മിറർ നോക്കി പോകുന്നു. ആ റോഡിനോട് ചേർന്നിട്ടുണ്ട്. ഒപ്പം ഞാൻ ആ സമയത്ത് ഞാൻ കുറച്ച് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കുന്നു. ഓക്കെ, ഇത് നേരെയാക്കി പോവുകയാണ്. വീണ്ടും ഞാനിത് ലെഫ്റ്റ് സൈഡ് നോക്കുന്നു, ഒപ്പം സെൻറ്റർ നോക്കുന്നു, റൈറ്റ് സൈഡ് നോക്കുന്നു. ഇനി നമ്മുടെ വണ്ടി കുറച്ച് ഇടത്തെ സൈഡിലേക്ക് വരണം. അതിനെന്ത് ചെയ്യുന്നു? ഞാൻ കുറച്ച് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒടിച്ചു കൊടുക്കുക. അതായത് ഫുള്ളായിട്ട് ഒടിച്ചു കൊടുത്തിട്ട് മെല്ലെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് ആ റോഡിൻ്റെ എൻഡ് ഭാഗത്തേക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ വരിക. അതിനുശേഷം എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് നമ്മൾ ഫുൾ ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് നമുക്ക് സൈഡിലേക്ക് ഇത് ഇത്തരത്തിൽ ഒതുക്കി നമുക്ക് പാർക്ക് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം നമ്മൾ നോക്കുന്നത് ഏതാണ്? കൂടുതലും ലെഫ്റ്റ് സൈഡിലെ മിററാണ്. ഇടയ്ക്ക് നമ്മൾ റൈറ്റ് സൈഡിലെ മിററും സെൻറ്ററും നോക്കുന്നു. ഇപ്പം നോക്കിയ വണ്ടി ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒതുങ്ങി. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ടയർ ഒന്ന് നേരെയാക്കി കൊടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഏത് ഭാഗത്താണ്, ഇപ്പോൾ വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഒടിഞ്ഞാണ് നമ്മുടെ ടയർ കിടക്കുന്നത്. അപ്പോൾ ഒരു 1.5 റൗണ്ട് തിരിച്ചു കൊടുത്താൽ മതി, ടയർ നേരെയാവും. ഇതേ ഈ ഒരു എംബ്ലം നോക്കുക, 1/2 റൗണ്ട്, 1 റൗണ്ട്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ടയർ നേരെയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഈസി ആയിട്ട് തന്നെ ഒരു വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഒരു ഗ്രൗണ്ടിലിട്ട് റിവേഴ്സ് എടുത്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ക്ലച്ച് കൺട്രോൾ ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് മാത്രം എടുക്കുക. വണ്ടി ഒറ്റയടിക്ക് ബാക്ക് സൈഡിലേക്ക് പോകാതെ ചവിട്ടി നിർത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ലെഫ്റ്റ് സൈഡ് മിറർ നമ്മൾ കൃത്യമായിട്ട് റോഡിൻ്റെ എൻഡ് കാണാവുന്ന രീതിയിൽ നോക്കി എടുക്കുക. ഇടയ്ക്ക് നമ്മൾ റൈറ്റ് സൈഡും സെൻറ്റർ മിററും കൂടെ നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.